ഹായ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ജോളിവുഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുവാൻ സമയമായി. ഇനി ഒട്ടും വൈകിക്കണ്ട, നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മിസ്റ്റർ കോട്ടയം നസീർ, ഭയങ്കര സ്റ്റൈലാണല്ലോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അതെ, ഞാൻ കുറച്ച് ജാടയിലാണ്. എന്നാണ് ഞാൻ ജാടയെടുത്താൽ കുഴപ്പമാണോ? അല്ല, ഒരു കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ കോട്ടയം നസീർ, താഴെ കിടക്കുന്നത് ഒരു പത്രക്കടലാസ് ആണെങ്കിലും അതിനെ പുച്ഛിക്കരുത്. ആ പത്രക്കടലാസ് ഒരിക്കൽ വാനിലൂടെ ഉയർന്നത് പട്ടമായി പറന്നാൽ നമ്മൾ അതിനെ മേലോട്ട് നോക്കേണ്ടി വരും. ഇതൊക്കെ എന്നോട് പറഞ്ഞെന്താന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്റെ ഈ റെസ്റ്റോറന്റ് പുച്ഛമല്ലേ? എന്റെ റെസ്റ്റോറന്റിൽ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ വയറിളകും, വട നിന്നാൽ വട്ടം കറങ്ങും. ഇങ്ങനെ പുച്ഛിക്കല്ലേ? ഞാൻ എന്റെ റെസ്റ്റോറന്റിന്റെ മുഖഛായ മാറ്റാൻ തീരുമാനിച്ചു. അത് നല്ലതാ. നാട്ടുകാർ വന്ന് മുഖഛായ മാറ്റുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ സ്വയം മാറ്റുന്നത്. ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ പഴയ മുംബൈ അല്ലേ ഈ ധാരാവി ധാരാവി എന്ന് പറയുന്നത്? ഈ സ്ലംസും പിടിച്ചുപറിക്കാരും മറ്റേ ഇവരൊക്കെ ഉള്ള ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച മോഹൻലാൽ ലാലേട്ടൻ പറഞ്ഞ് അതേന്ന്. ആ മുംബൈയിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഒരു ഷെഫിനെ ഞാൻ ഇവിടെ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു. ആണോ? ആ ഷെഫിന്റെ പ്രത്യാശ കൊണ്ട് പാചകം ചെയ്യും, പുള്ളി മാജിക് കൊണ്ട് പാചകം ചെയ്യും. ആണോ? അത്ര ഗംഭീരമായിട്ടുള്ള ഒരു... ഗംഭീരമാണോന്നോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? അതിന്റെ ജാടയാണിത്. അത് കുഴപ്പമില്ല, നമുക്ക് ആ ഷെഫിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാമല്ലോ, ഞാൻ വിളിച്ചാലേ വരൂ. മാജിക് ഷെഫ് സനൽ കല്ലാട്. കം ഓൺ സനൽ കല്ലാട്. ജോളിവുഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. താങ്കളെ കുറിച്ച് യൂസഫ് പറഞ്ഞു. എന്ത് പറഞ്ഞു? താങ്കൾ എന്താ ഗ്യാസ് ഇല്ലാതെ എന്തോ പാചകം ചെയ്യുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. ഗ്യാസ് ഇല്ലാതെ പാചകം ചെയ്യുന്നു പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. തീർച്ചയായും ചെയ്യും. അതായത് മാജിക്കൽ പാചകം ചെയ്യും. മാജിക്കൽ കുക്കറി ഇതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കളെ ബോംബെ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് പറയണത്. അതെ, ബോംബെ പോലുള്ള ഒരു നല്ല സ്ഥലത്ത് നല്ല ഹോട്ടലിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതെന്താ വെച്ചാല് ഈ യൂസഫ് എന്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു. അപ്പൊ ഇതിനിടെ ബോംബെയിൽ വന്നു, എന്നോട് പറഞ്ഞു സനൽ സർ ഒന്ന് വരണം, ഞാൻ അവിടെ ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ സനലാകുമ്പോൾ കുറച്ച് മാജിക്കിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യലോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ നേരെ ബോംബെന്ന് ഇവിടത്തേക്ക് വന്നു. അല്ലേ? അതാണ് ഈ ചില കഷ്ടകാലങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ കൂടെ കൂടിയാ പിന്നെ എപ്പോഴും അതിങ്ങനെ വന്നോണ്ടേയിരിക്കും. ഭാഗമായിട്ട് കരുതിയാൽ മതി. എന്തായാലും എന്റെ കഷ്ടകാലമാണോ? അല്ല, അതിപ്പോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് ആളുടെ കഷ്ടകാലമാണെന്ന്. കൂടെ കൂടിയതിന്റെ ആണോ കൂടെ കൂട്ടിയതിന്റെ ആണോ എന്നുള്ളത് പലതും പറയും. സർ, നമ്മളിപ്പോ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബുൾസൈ. ബുൾസൈ കേട്ടിട്ടുണ്ടോ? ബുൾസൈ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായ ഒരു ബുൾസൈ ആണ്. ഇതിന്റെ പ്രിപ്പറേഷൻ തന്നെ ഒരു പ്രത്യേക മോഡലാണ്. അത് യൂസഫേ, അത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം? അത് കാണിച്ചു തരാം. അത് വളരെ ലളിതമായ ഒരു പ്രിപ്പറേഷൻ ആണ്, പക്ഷെ അതില് ചില ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട്. അതായത് സാധാരണ നമ്മളൊരു ബുൾസൈ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഗ്യാസ് സ്റ്റൗ ഇല്ലെങ്കിൽ അടുപ്പ്. ഇവിടെ ഞാൻ ഒരു മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണ് ഈ ബുൾസൈ ഉണ്ടാക്കാൻ പോകുന്നത്. മനുഷ്യനെ ഉപയോഗിച്ചിട്ട് ബുൾസൈയോ? മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണ് ഈ ബുൾസൈ. സാധാരണ മുട്ട ഉപയോഗിച്ചല്ലേ ബുൾസൈ ഉണ്ടാക്കുന്നത്? എല്ലാം ഈ മനുഷ്യനും മുട്ടയും ചേർത്തിട്ടാണ് ഈ ബുൾസൈ. അങ്ങനെയല്ലേ? അത് കൊള്ളാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ? എന്താ വെച്ചാൽ എനിക്കൊരു മനുഷ്യനെ വേണം. ഒരു മനുഷ്യനായി നിൽക്കുന്നത് കണ്ടിട്ട് തോന്നുന്നില്ല. അത് എന്റെ കുറ്റമല്ല. അല്ല, ബുൾസൈ ഉണ്ടാക്കാൻ പറ്റിയ പരിവല്ല. ബുൾസൈ ഉണ്ടാക്കാൻ പറ്റിയ പരിവല്ല എന്ന് പറയാം. നമുക്ക് വേറെ ആളെ കിട്ടുമോ നോക്കാം. കാരണം എന്താ വെച്ചാൽ അയാളെ തലക്ക് മുകളിൽ തീയിട്ടിട്ടാണ് ഈ പരിപാടി. എന്നാ പിന്നെ ഇത് തന്നെ മതി. ഇതിന്റെ മേളിലാവുമ്പോൾ കത്തിച്ചു കളഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റോറന്റിന്റെ കാര്യം തീരുമാനമാവും. അല്ല, കൊണ്ടുവന്ന എന്നെ കത്തിക്കാനല്ല, ഇവിടെ വേറെ നോക്കിയാ. എന്നാ പിന്നെ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ കിടക്കാം. റെഡി. എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പുള്ളി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. പിന്നെന്താ? കാരണം എന്താ വെച്ചാൽ പുള്ളി ആകുമ്പോൾ ഭംഗിയായിട്ട് നമുക്ക് തല കാണിച്ചു തരും ഇത് ചെയ്യാൻ. ഓക്കെ, പുള്ളിയാണ് തല വെക്കാൻ പോകുന്നത്. ശരി രാജേഷ്. അപ്പൊ ഇനി എന്തൊക്കെ ഒരുക്കങ്ങളാകണ്ടേ? ഇനി നമുക്ക് തുടങ്ങാമോ? തുടങ്ങിക്കോ. റെഡി. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബുൾസൈ ആണ്. വിളിച്ചാ? അല്ല, എസ് ഐ വിളിച്ചു. എസ് ഐ എന്നല്ല, ഇവിടെ ബുൾസൈ എന്നാ പറഞ്ഞേ. ബുൾസൈ ആണ്. അപ്പൊ തിന്നാൻ വിളിച്ചാണല്ലേ? പ്രശ്നം ഇവിടെ നമ്മളിപ്പോ ഇദ്ദേഹം ബുൾസൈ ഉണ്ടാക്കാൻ പോണോ? ഈ റെസ്റ്റോറന്റ് ഇതല്ലേ?
ഈ ഹോട്ടൽ കാരണം മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ പറ്റണല്ലോ. അപ്പനാണോ നട റോട്ടിൽ നിങ്ങൾ തട്ടുകട നടത്തുന്നത്? അയ്യോ തട്ടടല്ല, പിന്നെ ഇദ്ദേഹം വലിയൊരു മജീഷ്യനാ. അപ്പൊ ഇദ്ദേഹം മാജിക്കിലൂടെ ഇവിടെ ഒരു ബുൾസൈ ഉണ്ടാക്കാൻ പോണു. തമ്പുരാനെ, വായി ചോദിച്ചോ ഓംലേറ്റ് കഴിക്കാമല്ലോ. ഇവിടെ അവിടെ എടുത്ത് ഇവിടെ അവൾ ഓംലേറ്റ് അടിച്ച്. ഇത് അങ്ങനെ ഡബിളും ത്രിബിളും അടിക്കാൻ വന്നതല്ല. പിന്നെ ഇദ്ദേഹം മാജിക്കിലൂടെ നമുക്ക് മുമ്പിൽ ഒരു ബുൾസൈ ഉണ്ടായി കാണിക്കും. ആണോ? എന്നാ ഉണ്ടായിക്കേ. യൂസഫ്, ഇത് ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി പഠിക്കണം. തീർച്ചയായും. ആദ്യമായി നമ്മളൊരു ബോട്ടിലിനകത്ത് മണ്ണെണ്ണ എടുക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ തലയിൽ ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യാം. അപ്പൊ എനിക്ക് പണിയാവും. മുടി കൊഴിച്ചിലുള്ള മരുന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. എപ്പോഴാ തുടങ്ങി? ജലദോഷമുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മെസ്സേജ് ചെയ്യാം. എന്തിനാ മെസ്സേജ് ചെയ്യുന്നത്? എന്തിനാണ്? ഇവന്റെ തലയിലാണ് തീ വെക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതെടുത്ത് തലയിൽ വെക്കുക. ഇരുമുടി കട്ടായി. അതിനുശേഷം നമ്മൾ ഈ റിങ് എടുത്തിട്ട് ഇതുപോലെ വെക്കുക. അതായിരിക്കും അടുപ്പ്. ഇതാണ് അടുപ്പ്. ഇയാൾക്കൊരു ഡ്യൂട്ടി തരാം. ഇയാൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുട്ട ഒന്ന് അടിച്ചിട്ട്, ഇതിപ്പോ 2 കോഴിമുട്ടയല്ലേ? അതെ, 2 കോഴിമുട്ട മതി. നമ്മൾ എത്ര പേരുണ്ട്? 1 2 3 4 5 6 പേർക്ക് കഴിക്കാൻ 2 മതി. അതാണ് ഈ മാജിക് കുക്കറുടെ ഒരു പ്രത്യേകത. ഡബിള് പറഞ്ഞേ. പേടിക്കണ്ട. ഓക്കെ. വെളിച്ചെണ്ണ കൂടുതലോ ഉള്ളി ചുമ്മാ ഉണ്ടാക്കട്ടെ. ഒന്നേ തൊട്ട് നാളെ ഞാൻ ചുമ്മാ ഉണ്ടാക്കി തരും. ഇത് നല്ലൊരു വ്യക്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിക്കാം. അടിച്ച് പതപ്പിക്കാൻ എടുക്കണ. അടിച്ചോളൂ നന്നായിട്ട് അടിച്ചോളൂ. റെഡിയല്ലേ? നോക്കട്ടെ. കലങ്ങി അല്ലേ? ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട എന്താണ്? പറയൂ, എന്ത് ചെയ്യണം? തീ കൊടുക്കണം. അടുത്തായിട്ട് തീ കൊടുക്കണ്ടേ? മാറിയുന്നോ വല്ല തലയും പൊട്ടിത്തെറിച്ചാ പിന്നെ. തീ കൊടുത്തല്ലോ. ഇത് റെഡിയായി വെക്കണേ. റെഡിയാണ്. ഇനി നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാവട്ടെ. ഓക്കെ. അടിച്ചോളൂ നന്നായിട്ട് അടിക്കേ. ഒരു പണി ഏൽപ്പിച്ച് അത് കൃത്യമായി ചെയ്യണം കേട്ടോ. അടിച്ചോളൂ. ഇനി നമുക്കൊരു കാര്യം, ഏതാണ്ട് പാൻ ഹീറ്റ് ആയിട്ടുണ്ട്, അതിനകത്തങ്ങ് ഒഴിച്ചോളൂ. ധൈര്യമായിട്ട് ഒഴിച്ചോളൂ. മണം വന്നപ്പോ തന്നെ ഇതിന്റെ കല്ല് ചൂടായി കിടന്ന് ദോശ കിട്ടും പറഞ്ഞ പോലെ. ഇത് ദോശയല്ല, ബുൾസൈ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബുൾസൈ ആണെന്ന്. ഡോക്ടർക്ക് ഹാഫ് ബോയിൽ മതിയോ ഫുൾ ബോയിൽ വേണോ? എനിക്ക് എന്തെടുത്താലും ഞാൻ തിന്നു അല്ലേ? ഡോക്ടറെ ആക്രാന്തം കാണിക്കല്ല. ഇതൊന്ന് പിടിച്ചേ. ഡോക്ടറെ ഒന്ന് ശ്രദ്ധിക്കണേ. റെഡി 1 എന്നാ ചെയ്ത് നമുക്കിത് കഴിക്കാം അല്ലേ? ഈ കല്യാണ വീട്ടിൽ അടപ്പുകല്ലായിട്ട് പോകാൻ പാടില്ല, നല്ല കാശ് കിട്ടും. ഇതാണ് ഒരു മാജിക് ബുൾസൈ. ഇതിന്റെ ടേസ്റ്റ് തന്നെ ഒരു പ്രത്യേകതയായിരിക്കും. അതല്ലേ? ഡോക്ടർ സംശയമുണ്ടോ? തിന്നു നോക്കട്ടെ. ഓക്കെ. കുറച്ചിങ്ങോട്ടും. അതെ, വായിക്ക് രുചിയുള്ള ആഹാരം കഴിക്കട്ടെ. എന്റെ അത്രയും പോരാ. കാടിച്ചുകളല്ല, നല്ല ഓംലേറ്റാ. തിന്ന് പഠിക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഉപ്പുമില്ല പുളിയുമില്ല. അല്ല, മുട്ട ഓംലേറ്റിൽ ആരെങ്കിലും പുളി ഇടുവോ? പുള്ളി പറയാം ഉപ്പുമില്ല പുളിയുമില്ല. പുളിയോ കൈ കൈട്ടാക്കിയിട്ട് വാരിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കില്ല. സാറ് കഴിച്ചില്ലേ? സാർ എങ്ങനെയുണ്ട്?
നമുക്ക് ഈ ബുൾസൈ മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഇല്ലില്ല, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, ചോറ് വേവിക്കാം, എന്തു ചെയ്യാം. പിന്നെ ഇദ്ദേഹത്തിന് അതിന് നല്ല പ്രാക്ടീസ് ഉണ്ട്. ഓ ശരി. ഈ കല്യാണത്തിന്റെ തലേന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടില്ലേ? ഇത് കല്യാണത്തിന്റെ അന്ന് തലയിൽ ബിരിയാണി ഉണ്ടാക്കും. ഓ എന്തായാലും ബുൾസൈ കലക്കി. ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് SI സാറോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. SI സാർ, നിങ്ങൾ എത്ര പേരെ വിലങ്ങ് വെച്ചിട്ടുണ്ട്? കയ്യാമം അതിന് കൈ കണക്കില്ല, ഒത്തിരി പേരെ വെച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഒരു മെജിഷ്യൻ എന്ന നിലക്ക് ഞാൻ താങ്കൾക്കൊരു കയ്യാമം വെച്ചുതരാം. വേണം, അല്ലെങ്കിൽ അത് നാട്ടുകാർ വെക്കും. ഓഹോ, അതാണല്ലേ. അതിരിക്കട്ടെ, എനിക്ക് താങ്കൾക്ക് പേരുണ്ടോ? പേരോ? പേർ ഭാര്യയാണോ? അത് വീട്ടിലാ. ആ പേരല്ല, വേറെ പേരുണ്ടോന്ന്, അതായത് കൂട്ടിന് സഹായിക്കാൻ വല്ലവരും ഉണ്ടോന്ന്. മാജിക്കില് ഒരു കാര്യം ചെയ്യാം. ഞാൻ കയ്യാമ വെച്ചോർത്തൻ ജയിലിൽ കിടപ്പണം. അവനെ വിളിച്ചാൽ മതിയോ? മതി, അവനെ വിളിക്കൂ. എടാ കുട്ടമ്പള്ളേ, ആ ബൈജുക്കൂട്ടിനെ കൂടെ വിട്ടേക്ക്. സാർക്ക് വിഷമമില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കയ്യാൻ വെക്കുന്നതിന്? ഓ, ഇവനെ കയ്യാൻ വെക്കണ സന്തോഷമുള്ളൂ എനിക്ക്. അല്ല, രണ്ടുപേരും ചേർത്ത് വെക്കാനാ പോണേ. കുഴപ്പമില്ല, കള്ളല്ല, അതാണ് കറക്റ്റ് മാച്ച്. അതെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? സാറുമാർ റെഡിയാണോ? പിന്നെ ഞങ്ങൾ റെഡിയാ. റെഡിയല്ലേ? എവരിബഡി റെഡി? ഓക്കെ. എന്നാ വള്ളി തകഞ്ഞില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ തരാം. അപ്പൊ എല്ലാവരും റെഡിയായി അല്ലേ? ഇനി ഈ ടാസ്ക് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. ഓക്കെ? നിങ്ങൾ ഇതൊന്നും അഴിച്ചു മാറ്റരുത്, ഇല്ല, മുറിച്ചു മാറ്റരുത്. അഴിക്കാൻ പാടില്ല, മുറിച്ചു മാറ്റാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് രക്ഷപ്പെടണം. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് രക്ഷപ്പെടണം. അതാണ് ഈ ടാസ്ക്. ഓക്കെ? റെഡിയാണ്? പുള്ളി രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്നു. അല്ല, അതിനാണല്ലോ നിങ്ങൾ ഞാൻ പരിശ്രമിക്കാൻ പറയുന്നത്. ഞാൻ രക്ഷപ്പെട്ടില്ല, നിന്നെ രക്ഷപ്പെടുത്തില്ല. അപ്പൊ റെഡിയാണോ? റെഡിയാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏതാണ്ടൊക്കെ ശരിയാകുന്നുണ്ട്. ഒന്നുകൂടെ കയറിക്കേ, തിരിഞ്ഞ് എന്റെ കല്ലിടെ കൂടി താത്തിപ്പിടി താത്തിപ്പിടി ഇതേതാണ്ട് ഒക്കണല്ലേ? എന്തൊക്കുന്നില്ല? അതെ, ഏതാണ്ട് അതിന്റെ അടുത്തടുത്ത് വരുന്നില്ലേ? അടുത്തടുത്ത് വരുന്നുണ്ട്. ഞങ്ങളെന്തായാലും അഴിക്കും. കണ്ടുപിടിച്ചടാ. അപ്പൊ നമുക്ക് സമ്മാനം. ഇതെങ്ങനെ അഴിച്ചത്? എങ്ങനെ അഴിച്ചു? ഞങ്ങൾ ചെറിയൊരു മാജിക് ഞങ്ങൾ നടത്തും. ഞങ്ങൾ ഏതായാലും എന്റെ കൂട്ടത്തിൽ കൂടിയിട്ട് എന്തോ മാജിക് പഠിച്ചില്ല. ഞങ്ങൾ അതിന്റെ ഏക്കം പോലെ കൂടി ചെയ്തു. അതെ, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനെ കെട്ടടിച്ചു. അതെ, അല്ല കണ്ടല്ലോ, കണ്ടല്ലോ, സത്യമായിട്ട് അവൾ ചെയ്ത്. ഉള്ള കാര്യം പറയാലോ, ഇത് അഴിക്കാൻ ഒക്കുകയല്ല അങ്ങേർക്കല്ലാതെ. ഇത് യൂസഫ് പോയി അഴിച്ചു, ഞാൻ ഊരി വന്നു. അതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെങ്ങനെ അഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരണം. ഓക്കെ ഓക്കെ. പിന്നെ വേറെ കാര്യം ചെയ്യണം, ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ഊരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലരുത്. കാരണം മാജിക്കിൽ എപ്പോഴും ചാൻസസ് ആർ 50-50. നമുക്ക് ഏതായാലും നോക്കാം. റെഡി, 1 2 and 3. ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഇതിന്റെ ട്രിക്ക്.
അതെങ്ങനെ ഒന്നുകൂടി അല്ല ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഒന്നുകൂടി സ്ലോ മോഷൻ ചെയ്യണം. ഒന്നുകൂടെ സ്ലോ മോഷനില്ല. ഓക്കെ, റെഡി റെഡി? ശ്രദ്ധിച്ചോളൂ എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഇത് സിമ്പിള്. ഓക്കെ, ഗുഡ് ഗുഡ്. ഇപ്പൊ ഇതിൽ ഏറ്റവും സന്തോഷവാനാരാന്നറിയോ? ഞാൻ ബൈജുക്കുട്ടനാ. അല്ല ഞാനതാ വിലങ്ങൂര് അങ്ങനെ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാ. നാളൊരു കേസിൽ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഊരി പോണല്ലോ. ഐഡിയ അല്ലേ? നമ്മളിപ്പോ കുറച്ച് തമാശയിലൂടെ ആണെങ്കിൽ പോലും സനൽ കല്ലാട്ട് എന്ന് പറയുന്ന ഈ പ്രഗത്ഭനായ മജീഷിന്റെ 2 മാജിക് പെർഫോമൻസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരുപാട് ഇതിലും വലിയ മാജിക്കുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അല്ലേ? അതുമൊക്കെയായിട്ട് അദ്ദേഹം വീണ്ടും നമ്മുടെ ജോളിവുഡിൽ വരും. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ജോളിവുഡ്. പാരഡി ഗാനങ്ങൾക്ക് ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആ പാരഡി ഗാനങ്ങൾ ഇറങ്ങുന്നത് നോക്കി പ്രേക്ഷകർ കാത്തിരിക്കുമായിരുന്നു. അത്രയ്ക്ക് സൂപ്പർ ഹിറ്റായിരുന്നു ഓരോ ഗാനവും. ആ പാരഡി കാസറ്റുകളിൽ പാരഡി ഗാനം ആലപിച്ച ഒരു അനുഗ്രഹീത ഗായകൻ. പിന്നീട് തൊമ്മനും മക്കളും എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വളർച്ചയായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. ആ ഗായകനാണ് ഇന്ന് നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗായകൻ പ്രദീപ് പള്ളുരുത്തി. നമസ്കാരം. ജോളിവുഡ് ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് നല്ല വിശേഷം. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇപ്പം നമ്മൾ തമ്മിലുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വലിയൊരു കാര്യം പറയാനുണ്ട്. അതൊരു കഥ പറയാനുള്ളതാണ്. കഥ പറയുമ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരു നല്ല വേഷം കിട്ടിയ ഒരു സിനിമ, അതേപോലെ തന്നെ പ്രതിവേട്ടന് ഒരു പാട്ട് ഹിറ്റായ അല്ലേ? അല്ല, അത് വെറുതെ ഒരു ഹിറ്റ് എന്നല്ല, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ. അതെ എന്റെ അതായത് തിരിച്ചറിഞ്ഞ പാട്ട്. അതെ അതിൽ വ്യത്യസ്തനാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നാണ്. പക്ഷെ അതിലൂടെ ഒരുപാട് പേരെ തിരിച്ചറിഞ്ഞുള്ള. അതെ, ഉറപ്പായിട്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ആ സോങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. റെഡിയല്ലേ? തുടങ്ങാം. ഇപ്പൊ ഏത് വേദി പോയാലും ഏറ്റവും കൂടുതൽ പാടിയിട്ടുണ്ടാവുക ഈ പാട്ടായിരിക്കും അല്ലേ? ഉറപ്പായിട്ട് ഒരുപാട്, അതായത് ഏകദേശം ഒരു 10,000-1500 തവണയെങ്കിലും പാടിയിട്ടുണ്ടാവും. ഈ പാട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഞാൻ പ്രതിവേട്ടനെ കാണുമ്പോഴത്തേക്കിന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം ഒരുപാട് പാരഡി ഓഡിയോ കാസറ്റുകളിൽ എത്ര കാസറ്റിൽ പാടിയിട്ടുണ്ടാവും പാരഡി? ഒരു 1000? ഒരു 4500-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. 4500 പാരഡി പാട്ടുകൾ. പ്രതിവേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പാടിയൊരു പാരഡിയാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ളൊരു പാട്ടുണ്ട് അതിനകത്ത്. നോട്ടിനെ കുറിച്ചാണ്. ഇപ്പൊ 500 1000 നിർത്തി. അപ്പൊ ആ നോട്ടില് ഗാന്ധിജി ഇരിക്കുന്നതിനെ കുറിച്ച് ഒരു പാരഡി പാടിയിരുന്നു. ഓർമ്മയുണ്ടോ വരി? രണ്ടുപേരും പാടാം. 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. ഇത് ശരിക്കും ഇതിന്റെ അനുപല്ലവിയാണ് എനിക്ക് കുറെ കൂടി ഇഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ. അത് നല്ല, അതായത് നമ്മുടെ പവനൻ സാർ വരെ വിളിച്ചിട്ട് നല്ല പാട്ടാണെന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ അനുപല്ലവി ഞാനൊന്ന് പാടിക്കോട്ടെ. പിന്നെന്താ? ഒക്ടോബർ 2 ഭാരതമാകെ അവധി കൊടുക്കുന്നു. അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലുപറിക്കുന്നു. ടീച്ചേഴ്സ് കണ്ടു ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാല്
ഈ പാട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായ ഒരു പാട്ടാണ്. ഇപ്പൊ 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും പിന്നെ 2000ന്റെ നോട്ടിലും മാത്രമേ ഗാന്ധിജി ചിരിക്കുന്നുള്ളൂ. ബാക്കി 500, 1000 ഒക്കെ ഗാന്ധിജി ചിരിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് അത്ര ചിരി പോരാ. ഒട്ടുമില്ല ചിരി. അല്ലേ? പ്രതിയോട്ടെ, ഇപ്പൊ നമ്മള് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൂടെ വന്ന ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ചലച്ചിത്ര പിന്നണി ഗായകനായി. അപ്പോഴും ഒരുപാട് വേദികൾ ഇപ്പോൾ പോകുന്നുണ്ട്. പഴയതിനേക്കാൾ കൂടുതൽ ഡിമാൻഡുകളുണ്ട്. ഇപ്പോൾ അതൊരു താരപരിവേഷമുണ്ട്. അപ്പോൾ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രസകരമായ സംഭവം? അത് ഒരുപാട് രസകരമായ അനുഭവങ്ങൾ. ശരിക്കും നമ്മള് ഈ ഒരു സെലിബ്രിറ്റി ആയി എന്ന് നമുക്ക് തോന്നി കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, നമ്മളെല്ലാവരും അങ്ങോട്ട് അറിയും. അങ്ങനെ ഒരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികം. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ആളുകൾ നോക്കുന്നുണ്ടോ, നമ്മളെ തന്നെയാണോ ആളുകൾ നോക്കുന്നത് എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ടെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഏതോ ഒരു സിനിമയിൽ ശ്രീനിസാറിന്റെയും അതുപോലെ മോഹൻലാൽ, ലാലേട്ടനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു സിനിമ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു അനുഭവം എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ കൊടുങ്ങല്ലൂർ എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചൊരു സ്കൂളിലാണ്, നീ ഒന്ന് ഗസ്റ്റായിട്ട് പോകണം, പൈസ ആരും നോക്കരുത്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം മുൻപ് തന്നെ ഇവർ നോട്ടീസിലൊക്കെ പേര് വന്നു. എനിക്ക് വീട്ടിൽ നോട്ടീസ്, പ്രോഗ്രാമിൻ്റെ നോട്ടീസ് വന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ സാറ് കുറേ നാളായിട്ട് എന്നെ ഇങ്ങനെ ഒരു മാസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാറിൻ്റെ ഒരുപാട് ആരാധകർ, ഞാനാണെങ്കിൽ ഭയങ്കര ആരാധകനാണ് സാറിൻ്റെ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഞാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് സാറിനൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 2-3 തവണ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിലൊരു ഉത്സാഹം ഉണ്ടാവും, ഈ സ്കൂളിൽ എന്തായാലും പോയാൽ മതിയാവും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഞാൻ പോവാണ്. അപ്പൊ എൻ്റെ കൂടെയുള്ള പയ്യനെന്ന് പറഞ്ഞാല് എന്നോട് വളരെ സ്നേഹമുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവന് ഒരു പ്രത്യേക സ്നേഹം എന്ന് വെച്ചാൽ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത്, കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഞാനൊന്ന് പൗഡർ ഒന്ന് പഫ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവനും അപ്പം തന്നെ ഇടും. അങ്ങനെയാ. കാരണം അവനൊട്ടും മോശക്കാരനാകാൻ പാടില്ലല്ലോ. അപ്പൊ അത് കാരണം നീ എന്തിനാണ് പൗഡർ ഇട്ടെന്ന് ചോദിച്ചാൽ, അല്ല കുഴപ്പമില്ല ചേട്ടൻ ഇടുന്നതല്ല, അപ്പൊ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ അങ്ങനത്തെ പയ്യനാണ്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമ്പോ സാധാരണ ഇതില് അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാറില്ല, ഞാൻ തന്നെ ഓടിക്കും. എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഓടിക്കും. അപ്പൊ ടീഷർട്ടൊക്കെ ഇട്ട്, സാധാരണ ടീഷർട്ടൊക്കെ ഇട്ടാ ഞാൻ വണ്ടിയിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഡ്രൈവിംഗ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട്. അപ്പോ ഞാനങ്ങനെ ചെല്ലുന്നു സ്കൂളിന്റെ. അപ്പൊ പോകുന്ന വഴിക്കല്ല സാറ് വിളിക്കണം, സാറേ എത്തറായില്ലേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് സാറേ, സാറിന് എനിക്ക് ത്രില്ലടിച്ചിട്ട് പാടില്ല എന്നൊക്കെ പുള്ളി പറയാണ്. അപ്പൊ ഞാൻ ഇത്രയും എന്നോട് സ്നേഹമുള്ളൊരു മനുഷ്യനാണല്ലോ എന്നെ ഇങ്ങനെ കാത്തു നിൽക്കണത്. ഞാൻ ധൃതി പിടിച്ച് ഗേറ്റൊക്കെ പാസ് ചെയ്തു, വണ്ടിയൊക്കെ ചെന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്റെ പയ്യൻ ഇറങ്ങി, നമ്മുടെ കൂടെയുള്ള പയ്യൻ ഇറങ്ങി. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയല്ലേ. അപ്പൊ തന്നെ മറ്റേ സാറ് വന്നിട്ട് മറ്റേ പയ്യനെ വിളിച്ചിട്ട്, വരൂ സാർ, പ്രദീപ് പുള്ളൂർ സാർ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഈ പയ്യനെല്ലാം നോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ അവിടെ ചെന്നു, അവരെ പ്രിൻസിപ്പളുടെ റൂമിൽ ചെന്നു. അവിടെ ചെന്നു അവന് കശുവണ്ടിയൊക്കെ കൊടുക്കുന്നു. ഞാനിങ്ങനെ ഡ്രൈവറായിട്ട് ഇങ്ങനെ മാറിക്കുക. അപ്പോ ഡ്രൈവറുടെ ഒരു പരിഗണന ഇരിക്കുന്നുണ്ട്, ചായ കുടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇതെല്ലാം സൽക്കാരം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നമുക്കൊന്ന് സ്റ്റേജിലേക്ക് പോയാലോ എന്ന് നമ്മുടെ പയ്യനെ വിളിച്ച് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ചേട്ടൻ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനാ? ആ ചേട്ടനെ പ്രദീപ് പുള്ളൂർത്തി എന്ന് പറയുമ്പോ ഈ മനുഷ്യന്റെ മുഖത്ത് പിന്നെ നമ്മള് പാര വെച്ച് കുത്തിയ ചോര ഉണ്ടാവില്ല, അതുപോലെ. എന്നാ കഥയായിരുന്നു, ഞാൻ അകത്തിരുന്ന് കേട്ടു. എന്നാ ഒരു ഓർമ്മശക്തിയാ. ഹലോ, നമസ്കാരം പ്രദീപ്. നമസ്കാരം. ഐ ആം ഡോക്ടർ ജാഫർ ഓർത്തോ. ഓർമ്മ കിട്ടണില്ല. അയ്യോ അതല്ല, ഇദ്ദേഹം ഡോക്ടർ ജാഫർ ഓർത്തോ വിഭാഗമാണ്. ഞാൻ ഒരു പുതിയ പരീക്ഷണത്തിലായിരുന്നു. പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കുന്നതിന്റെ പരീക്ഷണം. എന്ത് മരുന്ന്? ഓർമ്മ കൂട്ടുക. ഈ മരുന്നൊരു ശകലം കഴിച്ചാൽ മതി, പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം ഓർക്കും, അത്രക്ക് ശക്തിയായിരുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് കഴിച്ചോളൂ. പ്രദീപ് പള്ളുരുത്തി, പിന്നണി ഗായകൻ, ഒരു കാലത്ത് പാരലുകൾ കംപ്ലീറ്റ് എടുത്ത് പാടിക്കൊണ്ടിരുന്ന ആള്, തൊമ്മലും മക്കളും, കാസറ്റ് അല്ല ക്ലാസ്മേറ്റ്, ആ പടം, അവന് രാജമാണിക്യം, കഥ പറയുമ്പോൾ ഇതെല്ലാം ചെയ്ത ആള്.
കോട്ടയം നസീർ, അതെ. മിമിക്രി കലാകാരൻ, അതെ. സിനിമാ നടൻ, ആ. ഒരു പടം ഇങ്ങനെ വേറെ മനസ്സിലും കൂടെ വരയ്ക്കുവാണെങ്കിൽ നല്ല ജീവനുള്ള പടം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ. Correct അല്ലേ? Correct അല്ലേ? അതാ പറഞ്ഞെ. ഞാൻ ഇപ്പൊ ഈ ഓർമ്മ ശക്തി കിട്ടുമെന്ന് പറഞ്ഞ മരുന്നിന്റെ പേരല്ലായിരുന്നു? ഓർമ്മക്കൂട്ട്. ആ, ഓർമ്മക്കൂട്ട്. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് കോട്ടയം നസീർ. ആ, അപ്പൊ പ്രദീപ് ഇപ്പൊ ഏറ്റവും പുതിയ പടത്തില് ഏത് പടത്തിലാ പാടിയേക്കുന്നത്? ഞാനിപ്പോ കുറച്ച് പടങ്ങളിൽ പാടുന്നുണ്ട്. ഓടല്ലേ? നസീർ കുറച്ച് മിമിക്രി ഒന്ന് അവതരിപ്പിച്ചേ. എന്താ ഈ പറയണേ? ഞാൻ കോട്ടയം നസീർ, ഇത് പ്രദീപ് പള്ളുരുത്തി. ഓ, അങ്ങനെ. ആ അപ്പൊ ഡോക്ടറെ, ഈ ഡോക്ടർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മരുന്നുണ്ടല്ലോ, അതിനകത്ത് എന്തൊക്കെ ചേർത്തിരിക്കും? ഏത് മരുന്നില്? ആരുണ്ടാക്കിയത്? അതല്ല, ഇപ്പൊ ഒരു മറവിക്കുള്ള മരുന്നുണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് ചേർത്തിരിക്കുന്നത് എന്താണെന്ന്? അതിനകത്ത് ചേർന്നേക്കുന്ന നിസ്സാര സാധനമല്ലോ. ഏലക്കാരി, ചെറുപ്പുലി, ഇരുട്ടിപ്പുലി, ചുക്ക, മുത്തങ്ങ, ആടലോറ, വേപ്പന്തിരി, ഇരുവേര്, കുമ്മുള്ള, കൂടവര, പാതി, പയ്യാനി, ഓല, മൂല, ചെറുപഴല്ല, വെൺമരുന്നെല്ലാം ഞെരിഞ്ഞിൽ, ചെറുതേക്ക, പൊന്നാവര, വെള്ളക്കൊട്ടം, കരക്കാത്തോളം വയമ്പ്, ഇത്തിരി സാധനം അരച്ചങ്ങ് തേച്ചേച്ച് റേഷൻ കാർഡ് എടുത്ത് റേഷൻ കടയിലേക്ക് പോയച്ചാൽ മതി. 2 രൂപയുടെ അരി കിട്ടും. 9 മണിക്ക് വീവറ അടയ്ക്കും. സവാളക്കൊക്കെയാണ് തീ പിടിച്ച വില. എന്റെ അമ്മേ. ഡോക്ടറെ എവിടെയാ ഡോക്ടർ? ഡോക്ടറെ, 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 കേറി പോണേ. ഡോക്ടറെ. അല്ല പിന്നെ ചുമ്മാ നിങ്ങളാരാ എന്നെ ഇവിടെ കിടന്ന് വട്ടം കൂടുന്ന? പോയിക്കോളോ എല്ലാവരും. ചുമ്മാ വന്നു നിന്ന് ചർച്ചയാ. പോയിക്കേ. എവിടെ? ഡോക്ടറെ. നല്ല മറവിക്കുള്ള മരുന്ന്. ഇത് ഏതെങ്കിലും ശത്രുക്കൾക്ക് മേടിച്ചു കൊടുക്കണം, ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അതെ അതെ അതെ. അപ്പൊ ഈ മറവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. അത് ഇപ്പോഴെങ്കിലും ഓർത്തത് നന്നായെന്നുള്ളതാണ്. നമ്മൾ ഈ പ്രോഗ്രാമിൽ പലർക്കും അഭിനയിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതായത് അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് ഇംഗ്ലീഷ് സിനിമയിലാണ് നമ്മൾ ചാൻസ് കൊടുക്കുന്നത്. മലയാളത്തിലല്ല? അല്ലല്ല, നമ്മൾ ഹോളിവുഡ് സിനിമയിലാണ് അവർ അഭിനയിക്കുക. ചിലപ്പോൾ അർണോൾഡിന്റെ കൂടെയാകാം, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല. ആരെങ്കിലും വന്നോ? പിന്നെ ഓരോരുത്തർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും നമുക്ക് നമ്മുടെ ഫിലിം മേക്കിങ്ങിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്. നമുക്ക് ഹൃദയപൂർവ്വം ആ കുട്ടിയെ സ്വാഗതം ചെയ്യാം. പ്രതിയോട്ടം അറിയല്ലോ അല്ലേ? അപ്പോ നസ്തറിനാണ് നമ്മുടെ ഇന്നത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. വലിയൊരു നടിയായിട്ട്. ടെർമിനേറ്റർ എന്നാണ് സിനിമയുടെ പേര്. പേടിയാണല്ലോ അഭിനയിക്കാൻ? അഭിനയിക്കുന്ന അർണോൾഡിന്റെ കൂടെയാണ്. പേടിയുണ്ടോ? ഇല്ലേ? ഇല്ല. അർണോൾഡിന്റെ കൂടെ അഭിനയിക്കാൻ പേടിയില്ലേ? അർണോൾഡും അഭിനയിക്കാനല്ലേ ചെയ്യുന്നുള്ളൂ. അഭിനയിക്കന്നെ ചെയ്യുന്നുള്ളൂ, അതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ ആണോ? ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും റെഡിയാണ്. ഇങ്ങനത്തെ സ്മാർട്ട് കുട്ടികളാണ് നമുക്ക് വേണ്ടത്. ആർണോൾഡ് പോലും വിഷയമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നസ്റിനുമായിട്ടുള്ള നമ്മുടെ ഫിലിം മേക്കിങ്ങിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അതുവരെ ഒരു ചായ കുടിച്ച് റെസ്റ്റ് ചെയ്യും. യൂസഫേ, നമ്മുടെ ദൈവണ്ണന നല്ല ചായ കേട്ടോ. നമസ്കാരം. നമ്മുടെ സ്പെഷ്യൽ ചായ. അത് പറയണോ? അതിഥികൾക്ക് എന്റെ സ്പെഷ്യൽ ചായ ഉള്ളതല്ലേ? വെൽക്കം ബാക്ക് ടു ജോളിവുഡ്. അപ്പോ നസ്റിനും ഞാനും കൂടി നമ്മുടെ ഫിലിം മേക്കിങ്ങിലേക്ക് പോവാണ്. ടെർമിനേറ്റർ. അത് നമ്മുടെ ഫിലിം മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നസ്റിൻ ഭയങ്കര തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. എന്ത് തോന്നി അഭിനയിച്ചപ്പോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടത്തിന്റെ ട്രailer ഉടനെ റെഡിയാവും. കുറച്ചു നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. റെഡി? അപ്പൊ നമ്മുടെ പ്രതിവേട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല നല്ല പാട്ടുകൾ പാടുവാനും കഥകളൊക്കെ പറയാനായിട്ട്. പ്രതിവേട്ടാ, പ്രതിവേട്ടാ, സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പാടുന്നത് അടിച്ചുപൊളി പാട്ടുകളാണ്. കൂടുതലും അടിപൊളി പാട്ടുകളാണ് നമ്മൾ. തമിഴ് പാട്ടുകളാണ് കൂടുതൽ പാടാറുണ്ട്. ഹിന്ദി അല്ല, അത്യാവശ്യം ഹിന്ദിയും പാടാറുണ്ട്. ഹിന്ദി അധികം ഞാൻ സ്റ്റേജിൽ പാടാറില്ല. പക്ഷെ എന്നാലും കൂടുതലും പാട്ട് പാടുന്നത് തമിഴാണ്. തമിഴിൽ നിന്നാണ് ഞാൻ ഗാനമേള സ്റ്റേജുകളിൽ തമിഴാണ് കൂടുതലും പാടിയിരുന്നത്. SPBയുടെ പാട്ടുകളാണ് കൂടുതൽ. SPB സാറിന്റെ പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഏത് പാട്ടാ പാടാൻ പോണേ? SPB സാറിന്റെ തന്നെ ഒരു പാട്ട് പാടല്ലേ? അടിച്ചുപൊളിയാണോ അതോ മെലഡിയാണോ? മെലഡിയാണ് പാടുമ്പോ ഒരു സുഖം. ഒരു മെല്ലെ അടിച്ചുപൊളി പാട്ടാണ്. അതെ അതെ അതെ. പ്രദീപ് പള്ളുരുത്തി, നമസ്കാരം. ഞാൻ ഈ ജോളിവുഡിൽ SI ആക്ഷൻ ഹീറോ ബൈജു. ഒന്ന് നാട് വരെ പോവാണേ. നാട്ടിലൊക്കെ പോകാൻ പറ്റുമോ? അവിടെ ഓടിച്ചു വിട്ടല്ലേ? അല്ല, എന്താ
വേറെ ഒന്നല്ല, നാട്ടിലൊരു ചെറിയ മോഷണ കേസ് ഉണ്ടായിരുന്നു. അവിടുന്ന് മുങ്ങി ഇവിടെ എത്തിയപ്പോ പോലീസായതാ. അയ്യോ, അപ്പൊ ചുരുക്കി പറഞ്ഞ കള്ളം പോലീസായി. നാട്ടിലാരൊക്കെ ഉണ്ട്? നാട്ടില് നാട്ടുകാരെല്ലാരും ഉണ്ട്. ഞാൻ ചോദിച്ചത് അതല്ല, സാറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനുജന്മാരുണ്ട്, സഹോദരങ്ങൾ എല്ലാരും ഉണ്ട്. അച്ഛൻ നേരത്തെ പോയി. അയ്യോ പാവം. ചത്തു എന്നല്ലേ പറഞ്ഞ? അച്ഛൻ നാട് വിട്ടു പോയിന്ന്. ദുഷ്ടൻ. 2 ചേട്ടന്മാര് പുറത്താ, 2 അനിയന്മാരകത്തും. ഒറ്റിക്കൊടുത്തതാ. അല്ല അതെന്തിനാ? കഞ്ചാവ് കടത്തിന്നും പറഞ്ഞു. അല്ല എന്നിട്ട് പിടിച്ചപ്പോ കഞ്ചാവ് കിട്ടിയോ? ഇല്ല, ബ്രൗൺ ഷുഗർ കിട്ടി. അവിടെയാണല്ലോ പ്രശ്നം. അല്ല സാറിപ്പോ ഈ ബാഗും തൂക്കി എങ്ങോട്ടാ? നാട്ടിലേക്ക്. കുടുംബക്ഷേത്രത്തിൽ ഒരു നേർച്ചയുണ്ട്. എന്ത് നേർച്ച? ഞങ്ങള് താമസിക്കുന്ന ഈ കടപ്പുറത്താണ്. അപ്പൊ കടലിന്റെ തൊട്ട് സൈഡിലായിട്ട് കണ്ണായ സ്ഥലം ഒരു 10 സെന്റ് ഉണ്ട്. ഈ റിസോർട്ടുകാരും ഫ്ലാറ്റുകാരും ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, അതും പൊന്നും വിലക്ക്. ഇത് ഭാഗം വെക്കണ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണം ഈ സ്ഥലമൊന്നും. ചേട്ടനും അനിയനും പറഞ്ഞു അവർക്കും വേണമെന്ന്. അങ്ങനെ ആകെ പ്രശ്നമായി, വാക്കായി, കത്തിക്കുത്തായി, സ്റ്റേഷനിലായി, ഇപ്പൊ കോടതിയിലായി. എന്റെ അമ്മേ. ആർക്കൊരു വിഷയമില്ലാണ്ട് ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ ഒരു ആനക്കുട്ടിയെ നടയിരുത്തേക്കാന്ന് ഞാൻ ദേവിക്ക് ഒരു നേർച്ചങ്ങ് നേർന്നു. എന്നിട്ട് 5ന്റെ അന്ന് ആർക്കൊരു വിഷയമില്ലാതെ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. അതെങ്ങനെ? മിനിഞ്ഞാന്നുണ്ടായ കാറ്റത്തും മഴയത്തും സ്ഥലം കടലെടുത്തോണ്ട് പോയി. അപ്പൊ അതിനൊരു തീരുമാനമായി. എന്തായാലും നേർച്ച നേർന്നു പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. അല്ല അപ്പൊ ആനക്കുട്ടിയല്ലേ നേർച്ചയായിരുന്നു പറഞ്ഞത്? അതെ. എന്നിട്ട് ആനക്കുട്ടി അവിടെ ഇവിടെ കാണുന്നില്ലല്ലോ. ആ ശരിയാ. തിരക്ക് പിടിക്കല്ലേ നിങ്ങള്. ആനക്കുട്ടി റെഡി. ഇതാണ് ആനക്കുട്ടി? ആ, ഇത് തെർമക്കോളിന്റെ ആനക്കുട്ടിയല്ലേ? അതെ. ഇതിന് ജീവനില്ലല്ലോ. നേർച്ച നേർന്നപ്പോഴേ ജീവനുള്ള കൊടുക്കാന്ന് ഞാൻ നേർന്നിട്ടില്ല. തെർമോക്കോടിന്റെ കയ്യിൽ ആനക്കുട്ടി ആനക്കുട്ടി തന്നെ അല്ലേ. പക്ഷെ ഇത് ശരിയല്ല. ദൈവത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ദൈവത്തെ പറ്റിക്കലാണ് ബൈജു. ദൈവം എനിക്കിട്ടൊരു പണി എന്നപ്പോ ദൈവത്തിന് തിരിച്ചു ഞാനൊരു പണി കൊടുത്തു. പോലീസുകാരോട് കളി. അമ്മേ മഹാമയേ. ഇത് കണ്ടാ പോലീസ്. പ്രതിയോടാ ഞാൻ പ്രതിപക്ഷനെ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ഇവരിങ്ങനെ ക്യാരക്ടേഴ്സ് വരുമ്പോ സ്കിറ്റ് കളിക്കുമ്പോണ്ടല്ലോ ഞങ്ങളെക്കാൾ നന്നായിട്ട് കളിക്കുന്ന പോലെ തോന്നി. ലൈവായിട്ട്. എന്റെ ഈശോ. ആ അല്ല, നേരത്തെ എപ്പോഴെങ്കിലും പണ്ട് മിമിക്രി സ്കിറ്റുകൾ കളിച്ചിട്ടുണ്ടോ? ഞങ്ങളീ പുട്ടുകച്ചവടം, ഓണത്തിനൊക്കെ പുട്ടുകച്ചവടം ഉള്ളത് നമ്മുടെ തട്ടകമായിരുന്നില്ല ആദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നേരത്തെ കുറച്ച് ക്യാരക്ടറൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇവരൊക്കെ പറയുമ്പോ ചെയ്യുമായിരുന്നു. അതല്ലാതെ ഷേണായുടെ ഒക്കെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ടോൺ എങ്ങനെയായിരുന്നു ചെയ്തത്? അയ്യോ അല്ല, ഞാനത് കാസറ്റ് കേട്ടിട്ടുണ്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ ഷേണായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പരിചയമുള്ള സ്ഥലമാണ്. അപ്പൊ ഞാൻ ഈ ഷേണായിമാരുടെ നാടകത്തിനൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പാട്ടെന്ന് പറഞ്ഞാല് മനോഹരി മധുരാംഗി मंगल पूज्य के फूल गंतुक देवल स्नेह हसलवे देवल स्नेह हसलवे ലാ 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 എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ സംഭവം വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒന്നും ആരുമില്ല, ഒരു പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവതരിച്ചിട്ട് പെട്ടെന്ന് അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. പെട്ടെന്ന് മാഷ ഇവിടെ ഒരു പാട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ ഒരു പാട്ട്? ഇവിടെ ഒരു പാട്ടുണ്ട് മാഷ, അതിങ്ങനെയാണ് പാട്ട്. അതെങ്ങനെയാണ്? അപ്പൊ അങ്ങനെ കുറച്ച് കൊള്ളാം. പ്രതിയുടെ ഈ പാട്ട് എപ്പോഴാണ് തുടങ്ങിയത്? ഈ പൊടിമീശ മുളയ്ക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണോ അതോ? അത് വളരെ ചെറുപ്പത്തിൽ, അതായത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാ. ആണല്ലേ? നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ടുണ്ട്. ഇപ്പൊ ഈ പൊടിമീശയെ കുറിച്ച് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നതാണ്. ജേട്ടന്റെ ഒരു നല്ല പാട്ടുണ്ട്, പൊടിമീശ മുളയ്ക്കണ കാലം. അടിപൊളി അടിപൊളി അടിപൊളി. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇപ്പൊ പൊടിമീശയൊക്കെ മാറി വലിയ താടിയായി. പൊടിമീശ പാടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇപ്പോഴും ആ മനസ്സിലെ പൊടിമീശക്കാരനുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഇപ്പോഴും ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ? വെൽക്കം ബാക്ക് ടു ജോളിവുഡ്. നമ്മൾ നേരത്തെ എടുത്ത സിനിമയുടെ ട്രെയിലർ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണണ്ടേ? ഓ തീർച്ചയായിട്ടും. നസ്രിയന്റെ അഭിനയം ഒന്ന് കാണണമല്ലോ അല്ലേ? പിന്നെ അപ്പൊ നസ്രിയെ ഒന്നുകൂടെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ചെറിയ നെഞ്ചിടിപ്പുണ്ടോ? ട്രെയിലർ കാണാൻ പോകുന്ന നെഞ്ചിടിപ്പ്? നെഞ്ചിടിപ്പ് വേണ്ട, ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ പ്രേക്ഷകരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നസ്റിന് അഭിനയിച്ച, അർണോൾഡിനൊപ്പം അഭിനയിച്ച ടെർമിനേറ്റർ എന്ന സിനിമയുടെ ട്രെയിലർ കാണാൻ പോവുകയാണ്. റെഡി? എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? കലക്കില്ലേ? നന്നായില്ലേ? പിന്നെ എന്ത് തോന്നുന്നു?
എനിക്കൊന്നും പറയാനില്ല. അതെന്താണ് ഒന്നും പറയാനില്ലാത്തത്? സാധാരണഗതിയിൽ നമ്മളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ സീൻ കാണുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാം എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയോ? അത് തോന്നി. അപ്പൊ ഇനി ഇത് ഒന്നുകൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നാണോ പറയുന്നത്? അല്ല, അങ്ങനല്ല. ഇനിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും നന്നാക്കാന്ന് തോന്നി. ഓക്കെ, ഗുഡ്. അതാണ് വേണ്ടത്. ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഇതിൽ കൂടുതൽ നന്നാക്കാമെന്ന് തോന്നുന്നു. അപ്പൊ ഒരിക്കൽ കൂടി നമ്മൾ ജോളിവുഡിൽ വരേണ്ടി വരും പുതിയൊരു കഥാപാത്രം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് വിഷസ്. സിനിമയിൽ എത്ര പാട്ട് പഠിക്കണം? കാസറ്റ് ഒരു 4000 എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അത് പാരഡി അല്ലേ? പാരഡി. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു 4000 പാട്ടിലേക്ക് എത്താനായിട്ട് ഞാൻ മിക്കവാറും ഒരു 100 വയസ്സ് വരെ ജീവിക്കേണ്ടതായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഞാനൊരു 89 സിനിമ പാടി. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 100 സിനിമ അല്ലെങ്കിൽ 150 സിനിമയെങ്കിലും ആയി കിട്ടിയാൽ 150 സിനിമയ്ക്കാവും അല്ലെ? അതിനോട് ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 150 അല്ല, 1500 സിനിമകൾ പാടട്ടെ. നമുക്കപ്പോ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പ്രദീപേട്ടനെ പോലെ വളരെ ഇഷ്ടമുള്ള മുൻകാലങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടുമ്പോൾ ഈ സമയമൊന്നും തികയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ എപ്പിസോഡിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ വീണ്ടും കാണണം. ഞാൻ പറഞ്ഞ പോലെ 1500 അല്ല, അതിൽ മേളിൽ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം വീണ്ടും ദൈവം അനുഗ്രഹിച്ച് ജോളിവുഡിൽ നമുക്ക് കൂട്ടിവിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പ്രദീപേട്ടൻ പാടുന്ന പാട്ടിൽ നമ്മുടെ കഥ പറയും പോലെ എന്ന സിനിമയിലെ പോലെ തന്നെ എനിക്ക് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഓ, തീർച്ചയായിട്ടും.